അച്ഛാ, ഈ മാസ്റ്റർ ബേഷൻ എന്ന് വെച്ചാ എന്താ? പപ്പു പപ്പു ദാ വീണ്ടും നീ നിന്റെ ബാഗ് മറന്നു വെച്ചു. പോയിട്ട് തന്നുവാ. ബാഗ് അവിടെയാ ഉള്ളത്. അച്ഛന് നീ എന്താ വേണ്ടാവോ? ആച്ചാ, നീ അമ്മയെ കണ്ടോ? അച്ഛാ, ഞാൻ അമ്മോട് സംസാരിച്ചിരുന്നു. അമ്മ നേരിട്ട് വീട്ടിലേക്ക് എത്തിക്കോളും. അപ്പോ നീ പിക്കപ്പ് ചെയ്യാൻ സ്റ്റേഷനിൽ പോയില്ലേ? അത് പപ്പുവിനെ ക്രിക്കറ്റ് ക്ലബ്ബിൽ കൊണ്ടുവരാണ്ടായിരുന്നേ, അതുകൊണ്ട് അമ്മയോട് ഞാൻ പറഞ്ഞു. ബോൾ ഇവിടെ കാണാൻ വന്ന് വീണാ പിന്നെ തിരിച്ചു കിട്ടില്ല. നിനക്ക് നിന്റെ അമ്മയെ കുറിച്ച് ഒരു ചിന്തയില്ലേ? വഴി തെറ്റി എങ്ങാനും കാണാതെ പോയാലോ? കാണാതാവുന്ന എങ്ങനെയാ? അമ്മ എപ്പോഴും വരുന്നതല്ലേ. അപ്പൊ നീ പറഞ്ഞു വരുന്നത് അമ്മ എപ്പോഴും അവിടെ വന്ന് ശല്യം ചെയ്യുകയാണെന്നാ? അതല്ല ഞാൻ പറയുന്നത്. അച്ഛൻ എന്തിനാ ഞാൻ പറയുന്നതെല്ലാം തെറ്റിദ്ധരിക്കുന്നത്? ഷെറീന്റെ കാര്യം അച്ഛൻ അറിയാലോ. പപ്പുവിന്റെ ഉത്തരവാദിത്തം എനിക്കായതുകൊണ്ട് ഞാൻ നീ അച്ഛനായിരുന്നു നിന്റെ കടമ ചെയ്യേ. ഞാൻ നിന്റെ അച്ഛനെ അല്ലല്ലോ. ഹലോ ഹലോ, ആമേ എത്തിയോ? എത്തി മോനെ. ഷെറീൻ കൂടെ തന്നെയുണ്ട്. നിനക്കെന്താ ഒരു വിഷമം പോലെ? നമ്മുടെ കീരിക്കാടൻ വല്ലതും പറഞ്ഞോ? ഈ അച്ഛൻ എന്താ അമ്മ ഇങ്ങനെ? ഇത്ര നാൾ എങ്ങനെയാ അമ്മ അച്ഛനെ സഹിച്ചത്? എടാ, അങ്ങനെയൊന്നും പറയരുതെടാ, നിന്റെ അച്ഛനല്ലേ. ഇത് തന്നെയാണ് പ്രശ്നം. അച്ഛനായി പോയില്ലേ. അച്ഛനെ പോലെയാണോ പക്ഷെ പെരുമാറുന്നത്? അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. പേരിന് മാത്രം ഞാൻ ഒരു അച്ഛനായിരിക്കില്ല, ഞാനൊരു നല്ല അച്ഛനായിരിക്കും. എന്റെ മോന്റെ കൂട്ടുകാരൻ. അതേതായാലും നന്നായി. നീ നിന്റെ അച്ഛനെ പോലെ ആകണ്ട. ശരി, എന്നാ വെക്കട്ടെ. ബൈ ബൈ. ശരി. അച്ഛാ, ഞാൻ ചോദിച്ചില്ലേ മാസ്റ്റർ ബേഷൻ എന്ന് വെച്ചാ എന്താ? വലിയ അച്ഛനാണെന്നല്ലേ പറഞ്ഞത്? ഇപ്പഴെന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ വെറൊരു അച്ഛനല്ല, നല്ലൊരു അച്ഛനാണ്. വെറൊരു അച്ഛനല്ല. പപ്പുമോനെ, ഈ വാക്കൊക്കെ നീ എവിടെ നിന്നാണ് കേട്ടത്? ഇന്നലെ ഞാൻ ടിവി നോക്കിയപ്പോ അതില് കേട്ടതാ. ഇന്റലക്ച്വൽ മാസ്റ്റർബേഷൻ. ഓക്കെ, താങ്ക് ഗോഡ്. ഓക്കെ, അപ്പൊ ഞാൻ നിനക്ക് ഇന്റലക്ച്വലിന്റെ അർത്ഥം പറഞ്ഞുതരാം. ഓക്കെ, ഈ ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞാൽ അതല്ലേ എനിക്കറിയാം. മാസ്റ്റർബേഷനെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത്. അരുതടാ, പറഞ്ഞു കൊടുക്കരുതേ. നീ മിണ്ടാതിരുന്നാ മതി. ഓക്കെ മോനെ, ഇറ്റ്സ് പ്ലേയിങ്. അത് പിന്നെ ഒരു കളിയാണ്, നമ്മൾ ഒറ്റയ്ക്ക് കളിക്കുന്നത്. പപ്പു, ഇത് ഔട്ട്ഡോർ ഗെയിം അല്ല, ഇത് ഇൻഡോർ ഗെയിമാണ്. വലിയവര് കളിക്കുന്ന കളിയാണ്. ഇതിന് ടീമൊന്നും വേണ്ട. ഇത് ഒറ്റയ്ക്ക് കളിക്കാവൂന്ന് ഞാൻ പറഞ്ഞില്ലേ പപ്പു? ഇവനിങ്ങനെ ചോദിച്ചോണ്ടിരുന്ന പിന്നെ മറുപടി പറയണ്ടേ? എന്ത് മറുപടി പറയും? ഇതേ ചോദ്യം എന്നോടാ ചോദിച്ചിരുന്നെങ്കിൽ പെടലിക്ക് ഒന്ന് കൊടുത്ത് പിടിച്ചിരുത്തിയേനെ. എനിക്കറിയായിരുന്നു. അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും ഞാൻ കോന്തുണ്ണിയോട് ചോദിച്ചിരുന്നത്. എന്ത്? നമ്മുടെ ജോലിക്കാരൻ കോന്തുണ്ണിയോടോ? ഞാൻ ഇവന് ശരിക്കുള്ള മറുപടി കൊടുത്തില്ലെങ്കിൽ ഇവൻ ചെന്ന് വേറെ ആരോടെങ്കിലും ഇതേ ചോദ്യം ചോദിക്കും. ആദ്യം നീ ഇത് പറ, കോന്തുണ്ണി നിന്നോട് എന്താ പറഞ്ഞത്? അതൊന്നും ചോദിക്കണ്ട. എന്താ പ്രധാനം? എന്താ പ്രധാനം എന്ന് പറഞ്ഞേ? ഞാനത് ഓക്കെ. പപ്പു, നിനക്ക് ജാക്ക് ആൻഡ് ജിൽ പോയ ഓർമ്മയുണ്ടോ? അത് തന്നെ. ഞാൻ നിനക്ക് ജാക്ക് ആൻഡ് ജില്ലിന്റെ പുതിയൊരു കഥ പറഞ്ഞുതരാം, കേട്ടോ? ബാ. ജാക്കിന് നിന്നെ പോലെ തന്നെ ക്രിക്കറ്റ് കളിക്കാൻ വലിയ ഇഷ്ടമായിരുന്നു. അവന്റെ കയ്യിൽ ഇതുപോലൊരു ചെറിയ ബാറ്റ് ഉണ്ടായിരുന്നു. അപ്പോ ജാക്കാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ജില്ലുണ്ടല്ലോ, അവള് ബോളിംഗ് ചെയ്യുമായിരുന്നു. മനസ്സിലായോ? അവർക്ക് ഈ കളി വലിയ ഇഷ്ടമായിരുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ അവർ ഈ കളി കളിക്കുമായിരുന്നു. ഈ ജാക്ക് ഉണ്ടല്ലോ, ഒരു സെഞ്ചുറി അടിച്ച് ക്ഷീണിക്കുന്നത് വരെ ബാറ്റിംഗ് ചെയ്തുകൊണ്ടേയിരിക്കും. അതേടാ, ഞാൻ കഥ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു ദിവസം ജില്ല എവിടേക്കോ പോയിരുന്നു. അപ്പൊ ജാക്ക് ഒറ്റയ്ക്കായി പോയി. പോകുന്ന പോക്കിൽ ജില്ല അവളുടെ ക്രിക്കറ്റ് ബോൾ കൊടുത്തോണ്ട് പോയി. ജാക്കിന് ആകെ ബോറടിച്ചു. അവൻ വല്ലാതെ അപ്സെറ്റ് ആയില്ലേ. അപ്പൊ അവൻ അവന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു, ജോണി. അവന്റെ അടുത്തും ഒരു ബാറ്റേ ഉണ്ടായിരുന്നുള്ളൂ.
അവന്റെ ബോൾ അവന്റെ ഫ്രണ്ട് ജീനി എടുത്തോണ്ട് പോയിരുന്നു. പക്ഷെ അവന് സന്തോഷമായിരുന്നു, അവന് ബോറടിച്ചില്ല. എങ്ങനെ? അതാണ് അതിന്റെ സംഗതി. അത് ജോണി ജാക്കിന് പറഞ്ഞു കൊടുത്തു. നിന്റെ കയ്യില് ബോൾ ഇല്ലാത്തപ്പോഴൊക്കെ നീ നിന്റെ ഫ്രണ്ടിനെ ഇമാജിൻ ചെയ്തുകൊണ്ട് ബാറ്റിംഗ് ചെയ്യാൻ സാധിക്കും. നിന്റെ ഫ്രണ്ട് നിന്റെ കൂടെ വന്ന് ബൗളിംഗ് ചെയ്യാണെന്ന് വിചാരിച്ചാ മതി. പിന്നെന്താ, ജാക്കിന് തോന്നുമ്പോഴൊക്കെ ബാറ്റിംഗ് ചെയ്തോണ്ടിരുന്നു. ചിലപ്പോ ടെസ്റ്റ് മാച്ച്, ചിലപ്പോ വൺ ഡേ, ചിലപ്പോ T20 കളിക്കുമായിരുന്നു. വെവ്വേറെ സ്ട്രോക്സ് കളിച്ച് സന്തോഷിക്കുമായിരുന്നു. വളരെ നന്നായി മനസ്സിലാക്കി കൊടുത്തു. ഇപ്പൊ അവന് മനസ്സിലായി കാണുമല്ലോ മാതി പറഞ്ഞത്. അതെങ്ങനെ അവന് മനസ്സിലാവും? പ്രധാനപ്പെട്ട കാര്യം ഇനി പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഇമാജിനേഷൻ ചെയ്ത് കളിക്കുന്നതിനാണ് മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത്. ഞാൻ നിനക്ക് വെറൊരു എക്സാമ്പിൾ അല്ലേ പറഞ്ഞു തന്നത്. അതായത് പപ്പു, നിന്റെ കയ്യിലുള്ള ബാറ്റ് ഉണ്ടല്ലോ, അത് നിന്റെ മെയിൽ ഓർഗൻ ആണെന്ന് കരുത്. എന്താ ഈ ഡിങ് ഡോങ്? ഹേയ്, ഹായ് ഹായ് മോനെ, ഇതിന് മണിന്നൊന്നും പറയരുത്. ഇതിന് മെയിൽ ഓർഗൻ അല്ലെങ്കിൽ പീനിസ് എന്ന് പറയും. അതുപോലെ ഫീമെയിൽ ഓർഗനെ വെജൈന എന്ന് പറയും. ഓക്കെ, അതായത് മെയിലും ഫീമെയിലും പാർട്ട്നേഴ്സ് ആയിരിക്കുന്നില്ലേ? അതായത് മോന്റെ അച്ഛനും അമ്മയും പോലെ. അതുപോലെ തന്നെ അവരുടെ സെക്സ് ഓർഗൻസും പാർട്ട്നേഴ്സ് ആയിരിക്കും. അപ്പോ എന്തെങ്കിലും കാരണം കൊണ്ട് ഇവർ രണ്ടുപേരും പിരിയാനിടയായാൽ ഭയങ്കര ടെൻഷനായിരിക്കും. അപ്പോ അതിന്റെ കൂടെ കളിച്ചാൽ, അതായത് മാസ്റ്റർബേഷൻ ചെയ്താൽ ആ ടെൻഷൻ കുറച്ച് കുറഞ്ഞു കിട്ടും. മനസ്സിലായോ? അപ്പൊ ലേഡീസ് മാസ്റ്റർബേഷൻ ചെയ്യുമോ? നമ്മുടെ ജാക്കിന് ജില്ലിനെ ഇമാജിൻ ചെയ്ത് ബാറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ജില്ലിനും ജാക്ക് ബാറ്റ് ചെയ്യുന്ന പോലെ ഇമാജിൻ ചെയ്യാലോ. നീ ചെയ്യുന്നത് വലിയ തെറ്റാ മരമണ്ടോ. ഒരു മണ്ണാങ്കട്ടി. ഇതിലൊരു തെറ്റുമില്ല മോനെ. അതെടുത്ത് ഡസ്റ്റ്ബിനിലിട്. പപ്പു, ഇക്കാര്യം പ്രൈവറ്റ് ആയിട്ട് ചെയ്യാൻ പാടുള്ളൂ. അതെന്താ? എന്താന്ന് വെച്ചാ ഇതില് നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ഇൻവോൾവ് അല്ലേ. ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോ മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ അമ്മ സ്കൂൾ ജോലിയിലെ തിരക്കാണെങ്കില് നിങ്ങളും മാസ്റ്റർബേഷൻ ചെയ്യുമോ? കണ്ടോടാ, ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ, നല്ല അച്ഛനാണ് പോലും. മോനെ, അത് ആവശ്യമുണ്ടെന്ന് തോന്നുമ്പോ മാത്രമേ ഉള്ളൂ. ശരി, ഇപ്പോ മുത്തശ്ശൻ ഇവിടെയുണ്ട്, അദ്ദേഹത്തിന്റെ ജില്ല് മറ്റെവിടെയാണ് ഉള്ളത്. അപ്പൊ അങ്ങനെയെങ്കിൽ മുത്തശ്ശൻ വേണ്ടടാ, വേണ്ട, പറഞ്ഞു കൊടുക്കരുത്. പറയുന്നത് കേൾക്ക്, പറഞ്ഞു കൊടുക്കരുത്. വേണ്ട, മാനം കെടുത്തല്ലേ, വേണ്ട, മാനം കെടുത്തരുത്, വേണ്ട. ഇന്നത് നാണക്കേടാകുമേ. ക്ലീൻ ബൗൾഡാ. മാസ്റ്റർബേഷൻ ചെയ്തത് കൊണ്ട് കാഴ്ച കുറയില്ല, മുടി കൊഴിയില്ല, പാംസിൽ മുടി വളരില്ല. മാസ്റ്റർബേഷൻ ചെയ്യുന്നത് കൊണ്ട് പ്രൈവറ്റ് പാർട്സിൽ ഒന്നും സംഭവിക്കില്ല. പ്രധാനമായും നിങ്ങൾ അത് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമേ ഇല്ല. അത്രേ ഉള്ളൂ. മാസ്റ്റർബേഷൻ ചെയ്യുന്നത് ഒരു തെറ്റല്ല. അത് തെറ്റാണെങ്കിൽ മറ്റുള്ളവര് ചെയ്യുന്നതൊക്കെ തെറ്റാവില്ലേ? മാസ്റ്റർബേഷൻ ചെയ്യുന്നോണ്ട് പ്രഗ്നന്റ് ഒന്നും ആവില്ല. അങ്ങനെ ആവണമെങ്കിൽ ആണും പെണ്ണും ഒന്നായി ചേരണം. മാസ്റ്റർബേഷൻ ചെയ്യുന്നത് കൊണ്ട് സ്പോം തീർന്നു പോവില്ല. സത്യവാ പറയുന്നേ. പറയാൻ പോയാൽ സ്ത്രീകൾക്ക് പോലും ഇത് ചെയ്യാന്നല്ല, ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ചെയ്തൂടാ? ഡോക്ടേഴ്സ് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ശരിക്കുള്ള പ്രായത്തിൽ ഉചിതമായ മാസ്റ്റർബേഷൻ ആരോഗ്യകരമായ ജീവിതത്തിന് വഴിയൊരുക്കുന്നു. ഇന്റലക്ച്വൽ മാസ്റ്റർബേഷൻ എന്ന് വെച്ചാൽ എന്താ? അത് മനസ്സിലാക്കണമെങ്കിൽ ന്യൂസ് ഹവർ at 9 നോക്കൂ. ഇല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛന്റെ അടുത്ത് ചോദിക്കൂ. നിങ്ങൾ ഈ എപ്പിസോഡ് ലൈക്ക് ചെയ്തില്ലെങ്കിൽ, ഷെയർ ചെയ്തില്ലെങ്കിൽ, നിങ്ങളുടെ കണ്ണുകൾ എടുത്ത് ഞാൻ കോലി കളിക്കും. അതുകൊണ്ട് പെട്ടെന്ന് ലൈക്ക് ചെയ്യൂ. മാർക്ക് ഇവിടെയുണ്ട്, സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യൂ. ഡക്ക് ചിക്കി, ഡക്ക് ചിക്കി, ഡക്ക് ചിക്കി, ഡക്ക്. ഹലോ, ഞാനാണ് നിന്റെ ബിഗ് ബ്രദർ പുനീത്. കം ഔട്ട് ഫാസ്റ്റ്. മമ്മി, ഇത് ബേബി ബോയ് ആണോ അല്ലെങ്കിൽ ബേബി ഗേൾ ആണോ? അതെനിക്ക് എങ്ങനെ അറിയാം? ആട്ടെ, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് ബേബി ഗേൾ ആണ് വേണ്ടത്. എനിക്ക് നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ അത്രയും ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? ഹായ് പപ്പു. ഹായ്. ഹായ് മിസ്റ്റർ വത്സൻ. നിങ്ങളുടെ റിപ്പോർട്ട് ചെയ്ത കൗണ്ടർ നമ്പർ 2. താങ്ക് യു. നിങ്ങൾ റിപ്പോർട്ട് വാങ്ങിച്ചോണ്ട് വരും, ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അച്ഛാ, ഈ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാ ജനിക്കുന്നത്? പപ്പു, പറയൂ വേണ്ട.
ഇത് പറയാൻ പാടില്ല. ഇതെന്തെങ്കിലും ഒരു ദിവസം പറഞ്ഞല്ലേ പറ്റൂ. എങ്കിലും ഒരു കാര്യം ചെയ്യ്, കുഞ്ഞുണ്ടാകുന്നത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് പറഞ്ഞേക്ക്. ആ ദൈവം കല്യാണം കഴിഞ്ഞവർക്ക് സന്താന ഭാഗ്യം കൊടുക്കുന്നെന്ന് പറ. അച്ഛൻ എന്താ ഇപ്പോഴും പഴയത് ഇങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെയാ? അച്ഛാ, കുട്ടി ഉണ്ടാവുന്നതിനും ദൈവത്തിനും തമ്മിൽ എന്താണ് ബന്ധമുള്ളത്? അതിനൊരു ആണും പെണ്ണും ഉണ്ടായ പോരെ? എന്തോന്ന് ആണും പെണ്ണും മാത്രം മതിയെന്ന്? ഇപ്പോഴൊക്കെ ആണുങ്ങളുടെ സഹായം ഇല്ലാതെ തന്നെ കുഞ്ഞ് എനിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലാതെ കുഞ്ഞുണ്ടാവില്ല. കുന്തി ദേവിയുടെ വയറ്റിൽ സൂര്യഭഗവാന്റെ കിരണങ്ങൾ നേരിട്ട് പതിച്ചതുകൊണ്ടാണ് കുഞ്ഞുണ്ടായത്. ഇത് സത്യമാ. പുരാണങ്ങളിൽ നീ വായിച്ചിട്ടില്ലേ? അപ്പൊ ആ കല്യാണത്തിന്റെ കാര്യം സത്യമല്ലല്ലേ? അപ്പൊ കുന്തിക്ക് കല്യാണം ആയിട്ടുണ്ടാവില്ലല്ലോ. പുരാണങ്ങൾ വായിച്ച മാത്രം മതി, അല്ല ഗവേഷണം ഒന്നും നടത്തണ്ട. അതല്ല അച്ഛാ, അച്ഛാ പറയരുത്. ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞിട്ട് പോയാ മതി. ഇവനോട് ഈ സത്യൊക്കെ എങ്ങനെയാ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക? കുഞ്ഞെങ്ങനെയുണ്ടാവുന്നെന്ന് അച്ഛന് പോലും അറിയില്ലേ? പപ്പു, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അത് നിനക്ക് എന്നാ ഇപ്പൊ പറഞ്ഞതാ. അത് മോനെ പറയരുത്. പപ്പു, അവിടെ നോക്ക്. അത് കണ്ടില്ലേ? ബേർഡ്സിന്റെ കുട്ടികൾ എങ്ങനെയാണോ മുട്ടയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്, അതേപോലെ തന്നെ മനുഷ്യരുടെ കുട്ടികളും അമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വരും. സബാഷ്, നീ മാനേജ് ചെയ്തല്ലോ. മോളെ, അച്ഛനും അമ്മയും നിനക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തന്നയച്ചതാ. ചെറിയ കയ്പൊക്കെ ഉണ്ടാവും. ശീലമാകുമ്പോ എല്ലാം ശരിയായിക്കോളും. ദേഹത്തിന് നല്ലതാ. സോറി, കൗണ്ടർ നമ്പർ 2. ലെഫ്റ്റ്. താങ്ക്സ്. 1 സെക്കൻഡ് മോളെ. ചേട്ടാ, അപ്പൊ നിങ്ങൾക്ക് കുഞ്ഞു ജനിക്കാൻ അല്ലല്ലല്ല, അത് റിപ്പോർട്ട് വരണം. അതാ. സോറി. സ്വീറ്റ് ബോയ്. നീ ലൈനിലുണ്ടല്ലോ അല്ലേ? ഇല്ലില്ല, വേറൊരു കാര്യം പറഞ്ഞതാ. ശരി, അത് പോട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഇത് കുറച്ച് നാൾ കഴിയുമ്പോ എല്ലാം ശരിയാവും. നീ വിഷമിക്കാതിരിക്കേ, ഞാനല്ലേ പറയുന്നേ. അപ്പൊ ഞാനും അമ്മയുടെ വയറ്റിന്നല്ലേ പുറത്തു വന്നേ? അതെ മോനെ. പക്ഷെ ഇത്രയും വലിയ കുട്ടി അമ്മയുടെ വയറ്റിനകത്ത് എങ്ങനെയാച്ചാ പോയത്? പപ്പു, ഈ ചെടി എങ്ങനെ വളരുന്നത്? മണ്ണില് സീഡിടുമ്പോ മുളച്ച് ചെടിയായിട്ട് വളരുന്നു. കറക്റ്റ്. സീഡ് അപ്പോൾ വളരെ ചെറുതായിരിക്കില്ലേ? അതെ. പക്ഷെ ചെടി വളർന്നു വലുതാവുന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ ഒരു ചെറിയ സീഡ്, അതിനെ സ്പേം എന്ന് പറയും. അതുപോലെ തന്നെ പെണ്ണിന്റെ ശരീരത്തിലും എഗ് ഉണ്ടാവും. അതിനുള്ള സ്പേം പോയാൽ കുറേശ്ശെയായി അത് അങ്ങനെ വളർന്ന് വലുതാവും. മനസ്സിലായില്ലേ? അതിന് കയ്യും കാലൊക്കെ മുളച്ചൊരു ബേബിയായി ഈ ലോകത്തേക്ക് വരും. ഒരു സ്ത്രീയുടെ ശരീരത്തിലേക്ക് എങ്ങനെയാ കിടക്കുന്നത്? ദൈവത്തിന്റെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്ക്. കുന്തിയുടെയും കർണന്റെയും കഥ പറഞ്ഞ് എസ്കേപ്പ് ആവ്. ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കുകയല്ലേ? എന്താ അച്ഛാ, എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെയാണ് ജനിക്കുന്നത്. യേശു അങ്ങനെ തന്നെ ജനിച്ചത്. കുറച്ചു നേരം ഒന്നും മിണ്ടാതിരുന്നൂടെ? എന്നോട് മിണ്ടാതിരിക്കാൻ പറയുന്നു. ഞാനൊന്ന് ആലോചിച്ചോട്ടെ. ആലോചിക്കണേ, അതിന് ബുദ്ധി വേണം. പപ്പു, ഐഡിയ. എന്റെ കൂടെ വാ. ഓക്കെ. ഇതെന്താ? മൊബൈൽ. അപ്പൊ ഇതോ? USB കോഡ്. വെരി ഗുഡ്. നൗ ഈ USB കോഡിനെ ഈ ലാപ്ടോപ്പിലേക്ക് എവിടെയാണ് കണക്ട് ചെയ്യുക? ഇതുപോലും അറിയില്ലേ? ഇവിടെ കാണുന്ന ബോർഡില്. പെർഫെക്റ്റ്. സൂക്ഷിച്ചു നോക്കൂ. ഈ USB കോഡാണ് നമ്മുടെ മെയിൽ ഓർഗൻ. ഇത്രയും മെലിഞ്ഞതോ? പപ്പു, ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറഞ്ഞു എന്നല്ലേ ഉള്ളൂ. സോ USB കോഡ്, മെയിൽ ഓർഗൻ എന്ന് വെച്ചാ പീനസ്. ഈ പോർട്ടാണ് ഫീമെയിൽ ഓർഗൻ എന്ന് വെച്ചാ വജൈന. ഇപ്പോ ഞാൻ ഈ കോഡ് USB പോർട്ടിലേക്ക് കണക്ട് ചെയ്തു. എന്ത് സംഭവിക്കും? ചാർജിങ്. പക്ഷേ ലാപ്ടോപ്പിലേക്ക് നോക്ക്. ഫയൽ ട്രാൻസ്ഫർ ആവുന്ന കണ്ടില്ലേ? കണ്ടല്ലോ? എങ്ങനെയാണോ മൊബൈലിൽ നിന്ന് ലാപ്ടോപ്പിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ആവുന്നത്, അതേപോലെ മെയിൽ USB കോഡ് ഫീമെയിൽ USB പോർട്ടിന്റെ കൂടെ അറ്റാച്ച് ആവുമ്പോ ഒരു സ്പേം എന്ന ഫയൽ ഇതിൽ നിന്ന് അതിലേക്ക് ട്രാൻസ്ഫർ ആവും. അങ്ങനെ ട്രാൻസ്ഫർ ആകണമെങ്കിൽ ആദ്യം മൊബൈലിനും ലാപ്ടോപ്പിനും കല്യാണം ആകണമെന്ന് പറ. എന്ന് വെച്ചാ ഈ USB കോഡ് ഈ USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോ അതിനെയാണ് പറയുന്നത് സെക്സ് എന്ന് വെച്ചാ ഇന്റർകോഴ്സ്, അതായത് ലൈംഗിക ബന്ധം എന്ന് പറയാം. ഇവിടെ നോക്ക് പപ്പു, രണ്ട് മുതിർന്നവര് പരസ്പരം ഒരുപാട് ഇഷ്ടത്തിലാവുമ്പോ ആ ഇഷ്ടം കല്യാണത്തിൽ ചെന്നെത്തി ഇങ്ങനെയായി തീരും. അപ്പൊ ഈ പ്രോസസ് അച്ഛനും അമ്മയും ചേർന്ന് ചെയ്തത് കൊണ്ടാണോ ഞാൻ ഉണ്ടായത് അച്ഛാ? അതെ. അപ്പൊ ഇതേ പ്രോസസ് കൊണ്ട് മമ്മി വീണ്ടും ഗർഭിണിയായല്ലേ? ആബ്സല്യൂട്ട്ലി. എന്തോ നടത്? അച്ഛനും മോനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. നിനക്ക് ഒരു നാണമില്ലേ? ഇതില് നാണിക്കാൻ എന്താണുള്ളത്? അച്ഛാ, അപ്പൊ അച്ഛൻ ഇങ്ങനെയായിരിക്കും
ആയിരിക്കും അല്ലേ ജനിച്ചത്? മുത്തശ്ശനും മുത്തശ്ശി ഇതുപോലെ തന്നെയാണോ ചെയ്തത്? ഉത്തരം പറയരുത്, പിന്നെ എനിക്ക് പപ്പുവിന്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റില്ല. പ്ലീസ്. നീ പറഞ്ഞ വളരെ കറക്റ്റ് ആണ് പപ്പു. മുത്തച്ഛനും ഇങ്ങനെ തന്നെയാണ് ചെയ്തത്. ആദ്യം ഈ കുപ്പ ഇവിടുന്ന് ക്ലിയർ ചെയ്യൂ. മേരാ സ്വച്ഛ് ഭാരത് മഹാൻ. ഓപ്പോസിറ്റ് സെക്സിലുള്ളവരെ തൊടുന്നത് കൊണ്ടോ, സംസാരിക്കുന്നത് കൊണ്ടോ, കൈ കൊടുക്കുന്നത് കൊണ്ടോ, ഐ ലവ് യു പറയുന്നത് കൊണ്ടോ, ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നത് കൊണ്ടോ, ഇല്ലെങ്കിൽ നേരിട്ട് ചുംബിക്കുന്നത് കൊണ്ടോ പ്രഗ്നൻസി ഉണ്ടാവില്ല. ഡോക്ടറിന്റെ മരുന്ന് കഴിക്കുന്നത് കൊണ്ടോ, ആയുർവേദ മരുന്ന് കഴിക്കുന്നത് കൊണ്ടോ, ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ പ്രഗ്നൻസി ഉണ്ടാവുന്നില്ല. സ്പേം ഫയൽ ട്രാൻസ്ഫർ ആയാലാണ് പ്രഗ്നൻസി ഉണ്ടാവുന്നത്. പ്യൂബർട്ടി എന്ന് പറയുന്ന ഏജ് അറ്റൻഡ് ചെയ്തതിനു ശേഷം ഏത് പ്രായത്തിലും പ്രഗ്നന്റ് ആയേക്കാം. എന്താ പറഞ്ഞതൊക്കെ മനസ്സിലായോ? പ്രഗ്നൻസി തടയാൻ ധാരാളം മാർഗങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ അടുത്ത എപ്പിസോഡ് നോക്കൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോട് ചോദിച്ച് മനസ്സിലാക്കൂ. ഞാനാണ് ബാറ്റ്മാൻ. അച്ഛാ, എനിക്കും ബാറ്റ്മാൻ ആകണം. നീ ഒരുപാട് ലക്കിയാ. ഞാൻ നിന്നെ റോബിനാക്കി മാറ്റിയില്ല. ഹീസ് എ പുസി. പുസി എന്ന് വെച്ച പൂച്ചയാണോ? അതിന്റെ അർത്ഥം വേറെയാണ്. രണ്ടുപേരും കൂടെ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഇവര് നിങ്ങളുടെ ആളാണോ? ഞാൻ നിന്റെ ആളാണെന്ന് വിചാരിച്ചു. ആരെങ്കിലും കാര്യം എന്താന്ന് പറയാമോ? ഓക്കേ, നിങ്ങൾ കണ്ട ഈ എപ്പിസോഡ് അടിപൊളിയായിട്ടുണ്ടെങ്കിൽ ഉടനെ ലോക്ക് ചെയ്യൂ. നിങ്ങളുടെ സുഹൃത്തുക്കളും കാണാനായി ഇത് ഷെയർ ചെയ്യൂ. ഒരു പക്ഷേ ഇത് വണ്ടർഫുൾ ആണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് വീണ്ടും കാണാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഉഗ്രൻ മാച്ച് ആണിത്. ദേ കണ്ടില്ലേ, ഒരു കിടിലൻ ഷോട്ട്. ബൗണ്ടറി ലൈൻ കടക്കാൻ പോകുന്നു. കടന്നു. ഓറഞ്ച്, ഗ്രേപ്സ്, പുളിയുള്ള മാങ്ങ. കുട്ടിക്കാലം തൊട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫ്ലേവേഴ്സിലും. മാൻ ബ്ലൈൻഡ് കോണ്ടംസ്. പ്രണയം മധുരമുള്ളതാണ്. പപ്പു, എന്താ കണ്ടോണ്ടിരിക്കണേ? ഏതോ കാൻഡിയെ കുറിച്ചുള്ള ആഡാണ്. കോണ്ടം കാൻഡി. പപ്പു, കോണ്ടം എന്ന് പറഞ്ഞ കാൻഡി ഒന്നുമല്ല. ഓ, കോണ്ടം അതൊരു... അതൊക്കെ എന്തിനാ പറഞ്ഞോണ്ടിരിക്കുന്നേ? അവൻ ക്യാൻറ്റീനിൽ തന്നെ വിചാരിച്ചോട്ടെ. വിട്ടുകളാ. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ ചെറുതായിരിക്കുമ്പോ അതൊരു ബലൂണാന്നാ വിചാരിച്ചിരുന്നേ. അതുകൊണ്ടെന്താ? അതറിയാത്തോണ്ടാണ് ഞാൻ റോഡിൽ കിടന്ന ഒരു കോണ്ടം എടുത്ത് ബലൂൺ പോലെ ഊതിയത്. എന്ത്? അതെ, ഞാൻ ഇവന്റെ കാര്യം നോക്കിക്കോളാം. അച്ഛൻ പൊക്കോളും. ഞാനെന്തിനു പോണം? നീ വേണേ പോ. എവിടേക്ക്? എന്നെ വിളിച്ചോണ്ട് വരാൻ നീ സ്റ്റേഷനിൽ വരില്ലേ? ഞാൻ വരുന്ന കാര്യം പറഞ്ഞില്ലേ? ഓ, അത് ശരിയാണല്ലോ. എങ്ങനെയുണ്ട്? ഇത് പറഞ്ഞ് അവന്റെ അടുത്ത് രക്ഷപ്പെടാൻ നോക്ക്. പപ്പു, സ്റ്റേഷനിലേക്ക് അച്ഛൻ... വിരാട് കോഹ്ലി മനോഹരമായ ഒരു സിക്സ് അടിച്ചു. പന്ത് ഗാലറിയിൽ എത്തിക്കഴിഞ്ഞു. അമ്പരപ്പിക്കുന്ന ഒരു ഷോട്ടായിരുന്നു അത്. കാണികൾ ആർത്തിരമ്പുന്നു. വാവ്! ഈ പരിപാടി അവതരിപ്പിക്കുന്നത് മാൻ ബ്ലൈൻഡ് കോണ്ടംസ്. പ്രണയം മധുരമുള്ളതാണ്. ഈ വിരാട്ടിന് സിക്സ് അടിക്കാൻ കണ്ട സമയം. അച്ഛാ, നിങ്ങൾ ആ കോണ്ടം കാൻഡി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? പപ്പു, എന്ത് പറ്റി അച്ഛാ? എന്താ കാർ നിർത്തി കളഞ്ഞേ? പപ്പു, അതുണ്ടല്ലോ, ഫോൺ അടിക്കുന്നുണ്ടേ. ആ, പറയോ അച്ഛാ. ഡയബറ്റീസിനുള്ള ഗുളിക ഞാൻ മറന്നുപോയി. വരുമ്പോ നീ അത് വാങ്ങിച്ചോണ്ട് വാ. ഓക്കെ. കണ്ടില്ലേ, കൃത്യസമയത്ത് തന്നെ ഞാൻ വന്ന് നിന്നെ രക്ഷപ്പെടുത്തിയില്ലേ? പപ്പു, മുത്തച്ഛന് വേണ്ടി മെഡിസിൻസ് മേടിക്കാനുണ്ട്. 2 minutes. നീ ഇവിടെ നിന്നോളൂ, ഞാൻ വരാം. എനിക്ക് ആ ചുമയ്ക്കുള്ള മരുന്നൊന്ന് തന്നെ. ചില്ലറയില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ ചോക്ലേറ്റ് തരരുത് കേട്ടോ. വീട്ടിൽ കുട്ടികളാരുമില്ല. ചേട്ടാ, കോണ്ടം വിച്ച് ഫ്ലേവർ? ഓറഞ്ച്. ഓറഞ്ച്. Is it tasty? ഹേയ്, അവിടെ നോക്കിയേ, ബലൂൺ വേണോ? പോവല്ലേ? അച്ഛാ, എനിക്ക് ആ കോണ്ടം കാൻഡി വേണം. ഓറഞ്ച് ഫ്ലേവർ. പപ്പു,
ഓറഞ്ച്, ഗ്രേപ്സ്, പുളിയുള്ള മാങ്ങ. കുട്ടിക്കാലം തൊട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫ്ലേവേഴ്സിലും മാൻ ബ്ലൈൻഡ് കോണ്ടംസ്. പ്രണയം മധുരമുള്ളതാണ്. പപ്പു പപ്പു കോണ്ടം എന്ന് പറഞ്ഞ കാൻഡി അല്ല. പിന്നെ എന്താ? നീ അവന്റെ അടുത്ത് കോണ്ടം എന്താണെന്ന് പറയാൻ പോവാ? അവന് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവൻ തെറ്റിദ്ധരിക്കില്ലേ? പക്ഷെ എന്താണെന്ന് വെച്ചാ മനസ്സിലാക്കി കൊടുക്കുക. ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. നിക്ക്, ഞാൻ നിനക്കൊരു ഐഡിയ പറഞ്ഞു തരാം. വേണ്ട, അച്ഛൻ മിണ്ട. ഒന്ന് പോകുന്നുണ്ടോ? എന്തിനാ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത്? ഹലോ ഹലോ. ഓ, ഡെഡ് ആയല്ലോ. പപ്പു, ഐഡിയ. സീറ്റ് ബെൽറ്റ് ഇട്ടോളൂ. പപ്പു, മൊബൈലിൽ നിന്ന് ലാപ്ടോപ്പിലേക്ക് ഫയൽ ട്രാൻസ്ഫറിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? അതെ, USB കോഡ് ഉപയോഗിച്ച് മമ്മിയുടെ USB പോർട്ടില് സ്പേം ഫയൽ ട്രാൻസ്ഫർ ആയില്ലേ? അതല്ലേ? കറക്റ്റ്. നമ്മള് മൊബൈൽ ലാപ്ടോപ്പിന്റെ കൂടെ കണക്ട് ചെയ്തത് വെറും ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ചിലപ്പോഴൊക്കെ നമ്മള് ചാർജിങ്ങിന് വേണ്ടി കണക്ട് ചെയ്യാറുണ്ടല്ലേ? ക്രിക്കറ്റില് നെറ്റ് പ്രാക്ടീസ് ചെയ്യാറില്ലേ? നീ എന്താ ഈ പറയുന്നേ? നെറ്റിൽ അവിടെ ഇവിടെ എന്തുമാത്രം ഹോൾസ് ഉണ്ടാവും. ഒരുപക്ഷെ കോണ്ടമിൽ ഇതുപോലെ ഹോൾസ് ഉണ്ടെങ്കിലോ? ഈ ക്രിക്കറ്റില് നെറ്റ് പ്രാക്ടീസ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ ഈ സെക്സ്, ഐ മീൻ ഈ ലവ് മേക്കിംഗ്, ഇന്റർകോഴ്സ്, ഇതെല്ലാം കുട്ടികൾ ഉണ്ടാക്കാൻ മാത്രമല്ല ചെയ്യുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മള് ചെയ്യുന്നത്. മറമണ്ട, ഇപ്പൊ അതിൽ ചാർജ് ആകില്ല, ഡിസ്ചാർജ് ആകുമെന്ന് പറഞ്ഞു തൊലയ്ക്കാതെ. പപ്പു, അത് ചാർജ് ചെയ്യാനല്ല, അത് പ്ലഷറിനാണ്, എന്ന് വെച്ചാൽ സന്തോഷത്തിന് വേണ്ടി. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. കാരണം മെയിൽ ടു ഫീമെയിൽ സ്പേം ഫയൽ ട്രാൻസ്ഫർ ആവാൻ പാടില്ല, അൺവാണ്ടഡ് പ്രഗ്നൻസി ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരു കുഞ്ഞുണ്ടാവുക എന്ന് വെച്ചാൽ അത് വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നമ്മൾ കെയർലെസ് ആയിരിക്കാൻ പാടില്ല. നമ്മൾ നന്നായി തയ്യാറായതിനു ശേഷമേ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പാടുള്ളൂ. ഓക്കെ, അത് മാത്രമല്ല, ഈ HIV, STD, വൈറസ് ഇതെല്ലാം ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാതിരിക്കാൻ ഈ കോണ്ടംസ് വളരെയധികം സഹായിക്കുന്നു. അപ്പൊ കോണ്ടം എന്ന് പറയുന്നത് ഒരു ആന്റിവൈറസ് സോഫ്റ്റ്വെയർ ആണോ? അത് നമ്മളെ സുരക്ഷിതമാക്കുമെന്നാണ് പറയുന്നത്. കറക്റ്റ്. ഇത് കാണാൻ എങ്ങനെയുണ്ടാവാ? അതേതാണ്ട് ബലൂൺ പോലെ. അപ്പൊ അത് ഊതി വിരിപ്പിച്ച് എനിക്ക് കളിക്കാൻ തരണേ. പപ്പു, അത് കോണ്ടം ഒരിക്കലും ഊതാൻ പാടില്ല. ഓക്കെ, അത് ധരിക്കാനുള്ളതാണ്. ഇന്റർകോഴ്സ് ചെയ്യുമ്പോൾ മെയിൽ അയാളുടെ മെയിൽ ഓർഗനായ പീനസിൽ ധരിക്കാനുള്ളതാണ്. അതായത് കയ്യില് ഗ്ലൗസ് ഒക്കെ ഇടില്ലേ നമ്മള്, അപ്പോഴേ മെയിലിന്റെ സ്പേം ഫീമെയിലേക്ക് ട്രാൻസ്ഫർ ആവാതിരിക്കൂ, പ്രഗ്നൻസി ഉണ്ടാവില്ല. ഇപ്പൊ മമ്മി 7 വർഷം കഴിഞ്ഞ് പ്രഗ്നന്റ് ആയിരിക്കുന്നു. അപ്പൊ അതിനു മുമ്പ് അച്ഛന് കോണ്ടം യൂസ് ചെയ്തിട്ടുണ്ടോ? രണ്ടുപേർക്കും സംസാരിക്കാൻ മറ്റൊരു സബ്ജക്റ്റും ഇല്ലേ? ഞാൻ ഇപ്പൊ തന്നെ വരാൻ പോവാ. നീ ഇപ്പോഴാണോ വരുന്നത്? ഞാൻ നിനക്ക് വേണ്ടി എത്ര നേരം കാത്തിരുന്നറിയോ? നിന്റെ ഫോണാക്കി സ്വിച്ച് ഓഫാ. അതെ പപ്പു, ഞാൻ കോണ്ടോ യൂസ് ചെയ്യുന്നുണ്ട്. ഏതാണ്ട് എല്ലാ മുതിർന്നവരും സേഫ്റ്റിക്ക് വേണ്ടി കോണ്ടോ യൂസ് ചെയ്യുന്നുണ്ട്. എന്തോന്നാടാ കോണ്ടം കോണ്ടം ഒരു 100 പ്രാവശ്യം എന്റെ മുന്നിൽ വെച്ച് എന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അപ്പോ മുത്തച്ഛനും? അതെ, മുത്തച്ഛനും കോണ്ടം യൂസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. നിന്റെ അച്ഛനെ പറ്റി ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് യാതൊരു നാണക്കേടുമില്ലേ? ഒരെണ്ണം ഇതില് നാണം കേടാൻ അങ്ങനെ എന്താണുള്ളത്? പപ്പു, നിനക്കിപ്പോ മുത്തശ്ശന്റെ ശബ്ദം കേട്ടോ ഇല്ലയോ? പുറകെ തന്നെ ഉണ്ടല്ലോ. ഓറഞ്ച്, ഗ്രേപ്സ്, പുളിയുള്ള മാങ്ങ. കുട്ടിക്കാലം തൊട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഫ്ലേവേഴ്സിലും. കോണ്ടംസ് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ജനറൽ സ്റ്റോർസിലും കിട്ടുന്നു. അത് ചോദിക്കാൻ വേണ്ടി 18 വയസ്സാകണം എന്നുള്ളത് നിർബന്ധമല്ല. സ്ത്രീകൾക്കും ചെന്ന് കോണ്ടം വാങ്ങിക്കാവുന്നതാണ്. കാരണം അവരും സെക്സിൽ പങ്കാളികളാണല്ലോ. അവർക്കും അവരുടെ പാർട്ട്ണറോട് കോണ്ടം യൂസ് ചെയ്യാനായിട്ട് നിർദ്ദേശിക്കും.
പ്രതീക്ഷിക്കാം. കോണ്ടം യൂസ് ചെയ്യുന്നത് കൊണ്ട് ലവ് മേക്കിങ്ങിനുള്ള സന്തോഷം ഒരു തരത്തിലും കുറയുന്നില്ല. പ്രഗ്നൻസിയെ തടുക്കാൻ ധാരാളം വേറെ വഴികളും ഉണ്ട്. കോണ്ടം ഒരു പ്രധാനമായ സുരക്ഷിതമായ മാർഗമാണ്. ഈ കോണ്ടം 95 to 98% വരെ സുരക്ഷ നൽകുന്നു. ഈ കോണ്ടം മുഖേന അനാവശ്യ ഗർഭധാരണം തടയാമെന്ന് മാത്രമല്ല, പലവിധത്തിലുള്ള ലൈംഗിക രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും നിങ്ങൾക്ക് മനസ്സിലായോ? കോണ്ടത്തിനും ഫ്ലേവറിനും എന്താ ബന്ധമെന്ന് നിങ്ങളുടെ അച്ഛനോട് ചോദിച്ചു മനസ്സിലാക്കിക്കോളൂ. നമ്മളുടെ പുതിയ വണ്ടി എങ്ങനെയാണെന്ന് നീ ഒന്ന് നോക്കി പറയൂ. വണ്ടിയെ കുറിച്ചൊന്നും എനിക്ക് വിഷമമില്ല. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇത് ലൈക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യൂ. എന്നെ പോലെ ഈ എപ്പിസോഡ് നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഓഫർ നിങ്ങൾ ഒരിക്കലും വേണ്ടെന്ന് പറയില്ല. മര്യാദയ്ക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേ. നിങ്ങൾ വിഷമിക്കണ്ട, ഈ വൈ ഫിലിംസ് ഗ്യാങ്ങിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പറയാമേ. പപ്പു സ്നാക്സ് കഴിച്ചോ? കഴിച്ചോണ്ടിരിക്കുവോ? അച്ഛനെവിടെ? മുറിയിലിരിപ്പുണ്ട്. മുത്തശ്ശൻ എവിടെയുണ്ട്? ആ മുറി തന്നെയുള്ളേ. അമ്മേ, ഞാൻ അമ്മയുടെ അടുത്ത് ഒരു കാര്യം പറയട്ടെ. പറഞ്ഞോ. മുത്തശ്ശനെ കുറിച്ചാണോ എന്തെങ്കിലും പറയാനുള്ളത്? അല്ലമ്മേ, സോത്തിനെ കുറിച്ച്. അയ്യോ, സോത്ത് താഴെ വീണു. സോസ് താഴേക്ക് കഴിച്ചോ? പപ്പു, നീ എന്താ ഈ ചെയ്തത്? അമ്മ, എനിക്ക് വല്ലാതെ മൂക്കൊലിക്കുന്നു. പപ്പു, മൂക്കൊലിക്കുകയാണെങ്കിൽ നാപ്കിൻ എടുത്ത് തുടയ്ക്ക്. ഇവിടെ അതിന് നാപ്കിൻ ഇല്ലല്ലോ. അയ്യോ, എന്റെ പൈജാമ എവിടെ വെച്ചെന്ന് അറിയില്ലല്ലോ. ഈ വീട്ടിൽ ഒരു സാധനം വെച്ചെടുത്ത് കാണത്തില്ല. എന്റെ കബോർഡിൽ ഉണ്ടാവും, പോയി എടുത്തോ. ഓക്കെ ബൈ, ഞാൻ വെക്കുവാ. ബൈ. Are you okay? യെസ്, താങ്ക് യു. You are welcome. താങ്ക് യു. കുഴപ്പമൊന്നുമില്ലല്ലോ. Guys, be careful. Daddy throws and scores. പിടിക്കൂ. Come on. Throw ചെയ്യൂ. പപ്പു, നോക്കിയിട്ട് വേണ്ട എറിയാൻ. ഹായ്. Hi. എന്തിനാ അമ്മ ഇപ്പൊ വാങ്ങാൻ നിന്നത്? നിന്റെ അച്ഛൻ അച്ഛനോട് പൂജ ചെയ്തോണ്ടിരിക്കുക. പപ്പു, യൂസ് യുവർ നാപ്കിൻ. പപ്പു, ഇത് എന്താ കയ്യില്? നാപ്കിൻ. അത് നാപ്കിൻ ആണോ? എന്താ മുത്തശ്ശി, ഇതിൽ എഴുതിയിട്ടുണ്ട് സാനിറ്ററി നാപ്കിൻ എന്ന്. ഇത് നീ എവിടുന്ന് എടുത്തത്? അമ്മയുടെ കബാർഡിൽ തന്നെ. അമ്മയല്ലേ പറഞ്ഞത് ചെന്നെടുക്കാനായിട്ട്. മോനെ പപ്പു, ഇത് ലേഡീസ് നാപ്കിനാ. ഇത് കുട്ടികളൊന്നും യൂസ് ചെയ്യരുത്. പക്ഷെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എനിക്കിത് ഇഷ്ടായി. എങ്കിലും പപ്പു, ഇത് മൂക്ക് തുടയ്ക്കാനൊന്നും ഉപയോഗിക്കരുത് മോനെ. പിന്നെ എന്തിനാ ഇത് യൂസ് ചെയ്യുന്നത്? അതായത് മോനെ, ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാ ഐ ബ്ലീഡ് എവറി മന്ത്. അതെന്താമേ, മാസം അമ്മയ്ക്ക് എന്താ പറ്റുന്നേ? ഇല്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ആക്ച്വലി മാസത്തില് 3 ദിവസം എല്ലാ ലേഡീസിനും ബ്ലീഡ് ആകും. ആൻഡ് അതിനാണ് ഈ നാപ്കിൻ യൂസ് ചെയ്യുന്നത്. അമ്മയ്ക്ക് ഒന്നും പറ്റിയില്ലല്ലോ, പിന്നെന്തിനാ ബ്ലീഡിങ് ആവുന്നത്? എവിടുന്നാ അങ്ങനെ വരുന്നത്? ഇവ ചോദിക്കുന്നതിന് എന്താ മറുപടി പറയാ? What? You know what is vagina? Yes, vagina, penis, masturbation, condom, pregnancy and everything. പപ്പു, ഇതൊക്കെ നിന്റെ സിലബസിൽ എവിടുന്നാ വന്നത്? ആരാ പറഞ്ഞു തന്നത്? അച്ഛനാണ്. എന്ത്? ആനന്ദ്, കുഞ്ഞിനോട് എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? അവൻ അറിയില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തു. അവൻ എന്നോട് ചോദിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തേ ഉള്ളൂ. ഓക്കേ, ഇപ്പോഴും ചോദിച്ചു കേട്ടില്ലേ? ഇതിനും നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞു കൊടുക്കുക. അച്ഛൻ തന്നെ പറഞ്ഞോളൂ, അച്ഛനല്ലേ എല്ലാം മനസ്സിലാക്കി തരുന്നത്. ഞാനിപ്പോ പപ്പു ഐഡിയ. ഓക്കെ, അതായത് ഈ വിമന്റെ ഇന്റേണൽ സിസ്റ്റം ഉണ്ടല്ലോ, അതൊരു മെയിൽ ബോക്സ് പോലെയാണ്. ലൈക്ക് ജിമെയിൽ. ലൈക്ക് ജിമെയിൽ.
അപ്പോ ആ മെയിൽ ബോക്സിലേക്ക് എല്ലാ മാസവും ഒരു മെയിൽ വരും. അതിനെയാണ് എഗ് എന്ന് പറയുന്നത്. അങ്ങനെ ആ ഇമെയിലിൽ എന്താ ഉള്ളത്? ആ ഇമെയിലിൽ എന്താണ് എഴുതിയിരിക്കാന്ന് വെച്ചാ പിങ്, നിങ്ങൾക്ക് പ്രഗ്നന്റ് ആവണമെന്നുണ്ടോ എന്ന് എഴുതിയിരിക്കും. അപ്പൊ ആ ഇമെയിൽ ആരാ അയക്കുന്നേ? ആ ഇമെയിൽ ആരാ അയക്കണെന്ന് വെച്ചാ പ്രകൃതി baby@nature.com നിന്ന്. ശരി, ആ ഇമെയിലിൽ റിപ്ലൈ ഒക്കെ ഉണ്ടോ? ഒരു പക്ഷേ എസ് എന്ന് പറഞ്ഞാല് വുമൺ പ്രഗ്നന്റ് ആയി മാറുമോ? അല്ല അല്ല അല്ല, ഈ റിപ്ലൈക്ക് വെറും എസ് മാത്രം പോരാ. ആ റിപ്ലൈയുടെ കൂടെ നമ്മളൊരു ഫയലും അറ്റാച്ച് ചെയ്യണം. അതേ ഫയല് തന്നെ നമ്മൾ മൊബൈലിൽ നിന്ന് ലാപ്ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ലേ? എന്ന് വെച്ചാ USB കോഡ് is connected to USB പോർട്ട്, ഓർമ്മയില്ലേ? ഓ, സ്പാം ഫയൽ. യെസ്, ആ ഫയൽ നമ്മൾ മെയിൽ അറ്റാച്ച് ചെയ്ത് നേച്ചറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ പിങ്, 9 മാസത്തിൽ കുട്ടി ജനിക്കും. ഈ നാപ്കിൻ എപ്പോഴാ യൂസ് ചെയ്യുന്നത്? നാപ്കിൻ എപ്പോഴാ യൂസ് ചെയ്തെന്ന് വെച്ചാ വെൻ മന്ത്ലി റെഗുലർ ആൻസർ വന്നില്ലെങ്കിൽ, എന്ന് വെച്ചാൽ നേച്ചർ അയക്കുന്ന മെയിലിന് നമ്മൾ റിപ്ലൈ ചെയ്തില്ലെങ്കിൽ ആ മെയിൽ സ്പാമിലേക്ക് പോകും. അങ്ങനെ ഇൻബോക്സിൽ നിന്ന് ഡിലീറ്റും ആകും. എന്തിനാന്ന് വെച്ചാ മെയിൽ ബോക്സ് ക്ലിയർ ചെയ്യണ്ടേ? അപ്പോഴല്ലേ അടുത്ത മാസം പുതിയ മെയിൽ വരൂ. സെയിം ഇമെയിലാണോ? നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാൻ ഇഷ്ടമാണെന്ന് ചോദിക്കോ? ഗുഡ്, അത് തന്നെ. യെസ്, സെയിം ഇമെയിൽ. ഒരു പക്ഷെ നമ്മൾ ആ ഇമെയിലും മറുപടി അയച്ചില്ലെങ്കിൽ അത് താനെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകും. അതായത് ഏത് ഡ്യൂറേഷനിലാണോ ആ ഇമെയിൽ, എന്ന് വെച്ചാൽ എഗ് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, അതുപോലുള്ള ഫയൽസിനെയാണ് പീരിയഡ്സ് എന്ന് പറയുന്നത്. പിന്നെ മെൻസ്ട്രേഷൻ, ഈ പീരീഡിലാണ് വിമന് ബ്ലീഡ് ആകുന്നത്. പക്ഷേ എവരി മന്ത് എന്തിനാ ഇങ്ങനെ ബ്ലീഡ് ആവുന്നത്? അതായത് എഗ് താനെ പുറത്തേക്ക് വരില്ലല്ലോ, അത് ബ്ലഡിന്റെ കൂടെയല്ലേ പുറത്തേക്ക് വരുള്ളൂ. പിന്നെ ആ ബ്ലഡ് മഴ പോലെയാ, നമുക്ക് നിയന്ത്രിക്കാനേ പറ്റില്ല. അത് ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഒക്കെ താനേ വരും. പപ്പു, ബ്ലഡ് ഡ്രസ്സിലൊന്നും ആകരുതല്ലോ, അതിനാണ് ഈ നാപ്കിൻ. ബിക്കോസ് നാപ്കിൻ ബ്ലഡിനെ അബ്സോർബ് ചെയ്യും. അങ്ങനെയെങ്കിൽ നല്ല വേദന ഉണ്ടാകുമോ മമ്മി? സംടൈംസ്. പക്ഷേ എല്ലാ സ്ത്രീകൾക്കും വേദന വരുമെന്ന് പറയാൻ പറ്റില്ല. പിന്നെ അമ്മയ്ക്കത് കുറെ വർഷങ്ങളായിട്ട് ശീലമായതല്ലേ. എത്ര വർഷമായിട്ട്? അതായത് ടീനേജിൽ നിന്ന് തന്നെ എല്ലാ സ്ത്രീകൾക്കും ഈ ഇമെയിൽ വരാൻ തുടങ്ങും. അതിനാണ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. ടീനേജ് മുതൽ 50 വയസ്സ് വരെ ഓരോ മാസവും ഈ ഇമെയിൽ വരും. അപ്പൊ മുത്തശ്ശിക്ക് ഇമെയിൽ വരില്ലേ? ഇല്ല, എനിക്ക് ആ ഇമെയിലിൽ നിന്ന് വിമോചനം കിട്ടി. ഇതിനാണ് മെനോപോസ് എന്ന് പറയുന്നത്. പക്ഷെ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമുള്ള അമ്മേ. അതായത് നിങ്ങൾക്ക് 2-3 ദിവസം ബ്ലീഡിങ് വരുന്നു, പിന്നെ അതിനു വേണ്ടി ഓരോ മാസവും നിങ്ങൾക്ക് ഇമെയിൽ വരുന്നു. നേരത്തെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇറ്റ്സ് കോൾഡ് സ്പാം. എനിക്ക് എന്ത് തോന്നുന്നു വെച്ചാൽ നിങ്ങൾ എല്ലാവരും അത് സബ്സ്ക്രൈബ് ചെയ്യാതെ വിട്ടേക്കൂ. അല്ല പപ്പു, ഒരു പെണ്ണായി ജനിച്ചാൽ ബൈ ഡീഫോൾട്ട് തീർച്ചയായും ഈ ഇമെയിൽ സബ്സ്ക്രൈബ് ചെയ്തേ പറ്റൂ. സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്ക് ഈ പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. ആണുങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്താ അനുഭവിക്കാനുള്ളത്? നിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യമാണ് ഞങ്ങൾ ചെയ്യാതിരിക്കുന്നത്? പറ. ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്താ അല്ല മുത്തശ്ശി, മുത്തശ്ശിനെ എല്ലാം അറിയാലോ. ഇത്രയും കെയർഫുൾ ആയിരുന്നിട്ടും ആ റെഡ് എങ്ങനെയാ അവിടെ വന്നത്? ഇതാ മുത്തശ്ശി, ഇത് യൂസ് ചെയ്തോളൂ. എല്ലാ സ്ത്രീകൾക്കും പീരീഡ്സ് വരും. അതൊന്നും ഒരു എക്സ്ക്ലൂസീവ് ക്ലബ് അല്ല. പക്ഷേ ആണുങ്ങൾക്ക് അനുവാദമില്ല. പീരീഡ് ടൈമിൽ പെണ്ണുങ്ങൾക്ക് അച്ചാർ തൊടുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാം. പിന്നെ എപ്പോഴും പോലെ ഓടാം, ചാടാം, പാടാം, ഉറങ്ങാം, ജോലിക്ക് പോകാം, പിന്നെ ദൈനംദിന ജോലിയും കൂടി ചെയ്യാം. അതുപോലെ ബ്ലഡും ഡൊണേറ്റ് ചെയ്യാം. പീരീഡ്സ് എന്നത് ഒരു രോഗമേ അല്ല. ഇതുകൊണ്ടാണ് സ്ത്രീകൾക്ക് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് രോഗങ്ങൾ വരാത്തത്. സ്ത്രീകൾക്ക് പീരീഡ് ടൈമിൽ സാധാരണ പോലെ ഇരിക്കാം. ഇതിലെ പ്രധാനമായ കാര്യം എന്താന്ന് നോക്കിയാൽ ഏതൊരു സ്ത്രീക്കും അതിനെ നിയന്ത്രിക്കാനാവില്ല. കാരണം എന്താന്നാൽ പീരീഡ്സ് എന്നത് നാച്ചുറൽ ആണ്. അത് ഒരു റിമോട്ട് കൊണ്ടും ഓൺ ഓഫ് ചെയ്യാനേ സാധിക്കില്ല. ഇങ്ങനെ പീരീഡ്സ് ഇല്ലെങ്കിൽ ആർക്കും ജനിക്കാനേ സാധിക്കില്ല. ഈ പീരീഡ്സ് കാരണം റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് നിങ്ങളുടെ അച്ഛനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കൂ.
ഞങ്ങളുടെ ഈ എപ്പിസോഡ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് ഞങ്ങളുടെ എപ്പിസോഡ് ഒരുപാട് ഇഷ്ടമായെങ്കിൽ ഇതോടെ ഷെയർ ചെയ്യൂ. ഒരു പക്ഷെ നിങ്ങൾക്ക് ഇത് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഇത് കാണുക. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നുമില്ല, എവറിത്തിങ് വിൽ ബി ഫൈൻ. മിസ്റ്റർ വത്സൻ, Yes. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ വരാം. ഇല്ല മാം, അതൊന്നും വേണ്ട. ഞാനകത്തേക്ക് വന്നാലേ നിങ്ങൾ ഇവിടെ വിട്ടിട്ട് എന്നെ ചികിത്സിക്കേണ്ടി വരും. അതുകൊണ്ടാ. Let's go. പേടിക്കൊന്നുമില്ല. പറയുന്നത് കേൾക്ക്. പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളൊക്കെ ഇല്ലേ? പേടിക്കണ്ട. Keep breathing. Keep breathing. Come on, you can do it. ഹലോ. Hey, നിഖിൽ. നിന്നെ കണ്ടിട്ട് എത്ര നാളെടാ? നീ എവിടെയാ ഉള്ളത്? എന്തൊക്കെയുണ്ട് വിശേഷം? പറ. എടാ, എനിക്ക് രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. എന്റെ ഫാമിലി അവിടെ ഉണ്ട്. ഞാൻ നിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. വാ. ഇതാണ് എന്റെ അച്ഛൻ. നമസ്കാരം. ഇത് എന്റെ അമ്മ. നന്നായിരിക്കും. ഇത് മൈ റോക്ക് സ്റ്റാർ പുനീത്. ഹലോ. ഞങ്ങള് കോളേജിൽ ഒന്നിച്ച് പഠിച്ചതാ. അത് ശരി. അച്ഛാ, നിങ്ങൾ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തോളൂ, ഞങ്ങൾ വന്നേക്കാം. അല്ല, നീ എങ്ങനെ ഇവിടെ? പെട്ടെന്ന് നമ്മുടെ അമൃതിനൊരു ഫ്രാക്ചർ ആയടാ. എന്താടാ നീ ഇങ്ങനെ പറയുന്നത്? അല്ലല്ല, അതല്ല, ഞാൻ അങ്ങനെ എന്താ പറഞ്ഞെന്ന് വെച്ചാ, നിങ്ങൾ എത്ര വർഷമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നതാ. അമേസിങ്. അത് വാസ്തവാ. അതല്ല, നീ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ, ഫ്രാക്ചറിനോ മറ്റോ, അതെന്താ? അത് നിന്നോട് മറച്ചു വെക്കാൻ വന്നിരിക്കുന്നു. അത് ഞാൻ നെറ്റിലൊരു ഉഗ്രം പൊസിഷൻ കണ്ടടാ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോ നടു ഒടിഞ്ഞതാടാ. എനിക്കൊന്നും പറ്റില്ല, ഞാൻ മുകളിലായിരുന്നല്ലോ. എന്നാലും ആലോചിച്ച് നോക്കുമ്പോ ഇവൻ എത്രയൊക്കെ സോഫ്റ്റ് ആണെന്ന് ഞാൻ കരുതിയില്ല. എക്സ്പെരിമെന്റ് ചെയ്യാൻ നീയൊക്കെ. മിസ്റ്റർ വത്സൻ, ഈ പേപ്പറിലൊന്ന് സൈൻ ചെയ്യേണ്ടി വരും. ഒന്ന് വരാമോ? ഓക്കെ, നീ വെയിറ്റിംഗ് റൂമിൽ വെയിറ്റ് ചെയ്തോളൂ. ഓക്കെ ഓക്കെ, നീ അങ്ങോട്ട് ചെല്ലാം. എടാ, ഒരൊറ്റ മിനിറ്റ്, ഞാൻ സൈൻ ചെയ്തിട്ട് വന്നേക്കാം. ഹേയ് ചാം. Hello, നമസ്കാരം. uncle. നമസ്കാരം. ആരെങ്കിലും അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? കാണാൻ വന്നാണോ? അതെ ആന്റി, എന്റെ ഒരു റൂംമേറ്റ് ഉണ്ട്. അവന് കാലിൽ ചെറിയൊരു ഫ്രാക്ചർ പറ്റി. അതെ, ഡോക്ടറെ കാണിക്കാൻ വേണ്ടി. ടേക്ക് കെയർ, ടേക്ക് കെയർ. താങ്ക് യു ആന്റി. അതെ, ഞാനിപ്പോ വരാം. എക്സ്ക്യൂസ് മീ. ഓക്കെ ഓക്കെ ആന്റി. അങ്ങോട്ട് ഇരിക്കേ. ശരി അങ്കിൾ, താങ്ക്സ്. റൂംമേറ്റിന്റെ കൂടെയാണോ താമസം? യാ അങ്കിൾ. അങ്ങനെയാണെങ്കിൽ ഇതുവരെ കല്യാണം ആയിട്ടില്ലല്ലേ? ഇല്ല അങ്കിൾ. എന്താ, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? അല്ല അങ്കിൾ, അതല്ല. എങ്കിൽ ഒരു കാര്യം ചെയ്, നീ പൂനെയിലേക്ക് വാ. ഒരു നല്ല പെണ്ണിനെ കണ്ട് ഞാൻ നിന്റെ കല്യാണം നടത്താം. വേണ്ട വേണ്ട, താങ്ക് യു സോ മച്ച് അങ്കിൾ. ബട്ട് എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല. കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലെന്നോ? ഇല്ല അങ്കിൾ. ഓ, നിനക്ക് ആ പ്രശ്നമുണ്ടോ? അതെ. എന്താ? ഇങ്ങനെ നോക്കു മോനെ, നീ ഒരു കാര്യം ചെയ്യും, ക്യാൻഡി വാങ്ങിച്ചോളൂ. കാൻഡിയോ? എന്ത് ഫ്ലേവറാ? ശരി, ക്യാൻഡി വേണ്ട, ഹാജ്മോള വാങ്ങിച്ചോളൂ. ഓക്കെ മുത്തശ്ശ. സൂക്ഷിച്ചു പോണേ. നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് നന്നായി മനസ്സിലായി. എന്തും മനസ്സിലായിന്ന്? വളരെ വീക്കാണോ നീ? പെട്ടെന്ന് ലീക്ക് ആവുന്നുണ്ടോ? സെമൺ വളരെ നേർത്തതാണോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇത് പിന്നെ എനിക്കറിയാം. നീ ഒരു കാര്യം ചെയ്യ്, ഇതിൽ അങ്ങാടി കിട്ടുന്ന ലേഹ്യം പാലിൽ മിക്സ് ചെയ്ത് അങ്ങ് കുടിച്ചേക്ക്. അതിനുശേഷം നിന്നോട് മറ്റൊരു കാര്യം പറയട്ടെ. എന്താ അങ്കിൾ? നിന്റെ സുഹൃത്ത് ആനന്ദില്ലേ, ആ, അവൻ ജനിച്ചതിന് ഞാൻ മാത്രം കാരണക്കാരനല്ല. എന്ത്? കാമോത്തേജന ലേഹ്യം ഒരു കാരണമാണ്. ഓ, അതാണോ പറഞ്ഞു വന്നത്? അയ്യോ അങ്കിൾ, താങ്ക് യു വെരി മച്ച് അങ്കിൾ. എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എൻ്റെ ശരീരത്തിന് ഒരു കുറവുമില്ല. നീ എൻ്റെ അടുത്ത് എന്തോ മറയ്ക്കുന്നുണ്ട്. അങ്ങനെയല്ലേ? നീ ഒന്നും എന്നോട് മറക്കണ്ട. പറ മോനെ, നീ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാലേ സൊല്യൂഷൻ തരാൻ പറ്റൂ. പറ. അതെന്താന്ന് വെച്ചാൽ അങ്കിൾ, എനിക്ക് സ്ത്രീകളോട് അത്ര താല്പര്യമില്ല. ഐ ഡോണ്ട് ലൈക്ക് ഗേൾസ്. എനിക്ക് സ്ത്രീകളെ കാണുമ്പോൾ ഒരു വികാരവും തോന്നുന്നില്ല. അത് ശരി, അപ്പോ നീ നിത്യ ബ്രഹ്മചാരി ആണെന്ന് പറ. അല്ലല്ല, അങ്ങനെയല്ല അങ്കിൾ. ആക്ച്വലി ഐ എം നോട്ട് സ്ട്രൈറ്റ്. നീ എന്താ പറയുന്നേ? നിന്നെ കണ്ട അങ്ങനെ തോന്നുന്നേ ഇല്ലല്ലോ. നല്ല മര്യാദക്കാരൻ, ഞങ്ങളുടെ കാലിലൊക്കെ വീണ് അനുഗ്രഹം വാങ്ങിച്ചല്ലോ നീ. അല്ലല്ല, ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്. ഐ എം ഹോമോസെക്ഷൽ അങ്കിൾ.
ഹോമോസെക്ഷൽ എന്ന് വെച്ചാ അറിയാലോ അല്ലേ? ആ, 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 ഹോമോ. മനസ്സിലായി. ചിലർ തന്നെ ഷോർട്ട് ഫോം ആയിട്ട് ഹോമോ പറയാറുണ്ടല്ലേ? പറയാറുണ്ട്. അതുകൊണ്ടാ ഹോമോ. എനിക്ക് അതെ. കല്യാണത്തിൽ താല്പര്യമില്ലാത്ത. ബട്ട് ഗുഡ് ഗുഡ്. റിയലി? ആഹാ, അതെ അതെ. താങ്ക് യു സോ മച്ച് അങ്കിൾ. നിങ്ങൾ ഓപ്പൺ ആയിട്ട് എല്ലാം പറയുന്നത്. ഒരു മിനിറ്റ്. അങ്കിൾ, എനിക്ക് സമയമായി. അമൃതിനെ ഡിസ്ചാർജ് ചെയ്യേണ്ടത്. അങ്കിളിനെ കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് അങ്കിൾ. വരട്ടെ, ഞാൻ പിന്നീട് ഒരിക്കൽ വരാം. ഓക്കെ. ഇതാ മുത്തശ്ശൻ ചോദിച്ച ആജുമോല. ആ, താങ്ക് യു. നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കണം. ഇരിക്കും. എന്താ? അതായത് ഈ ഹോമോ എന്താണെന്ന് നിനക്കറിയാവോ? അതായത് ഹോമോസേപ്പിയൻ ആ എന്ന് വെച്ചാ എന്താ? ഇതുപോലും അറിയില്ലേ? ഹോമോസേപ്പിയൻ എന്ന് വെച്ചാൽ ഹ്യൂമൻ. നമ്മളെല്ലാവരും ഹോമോസേപ്പിയൻ ആണ്. നമ്മളെല്ലാവരും ആ, ഹോമോസേപ്പിയന്റെ ഷോർട്ട് ഫോം ആണോ ഹോമോ? അപ്പോ ഹോമോ എന്ന് വെച്ചാൽ മനുഷ്യനാണോ? യെസ്. പിന്നെന്തിനാ അവൻ കല്യാണം കഴിക്കാതിരിക്കുന്നത്? എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഹോമോസിപ്പിയൻ, ഹോമോ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ആ മോനെ, ഈ ഹോമോ എന്ന് വെച്ചാൽ എന്താ? അച്ഛാ, എന്താ അച്ഛാ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ? തീർച്ചയായിട്ടും എനിക്ക് ഉത്തരം കിട്ടിയേ മതിയാവോ. ഹോമോ എന്ന് വെച്ചാൽ എന്താ? അച്ഛനിപ്പോ ചോദിക്കുന്നത് ഹോമോസെക്ഷലിനെ കുറിച്ച്. ഇത് തന്നെയാണ് അവനും പറഞ്ഞത്. ഇത് തന്നെ ഹോമോ. എന്താ പറഞ്ഞേ? സെക്ഷുവൽ. എന്ന് വെച്ചാ എന്താ? അതെന്താണെന്ന് അറിയില്ല. എടാ, ആരും ഞാൻ നിന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഉത്തരം പറ. അച്ഛാ, അത് സ്വവർഗ സംഭോഗം. ഓഹോ. ഇത് സെക്സുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിന്നോട് ഞാൻ ഒരിക്കലും ചോദിക്കു പോലും ഇല്ലായിരുന്നു. അങ്ങനെയാണോ? അതിന്റെ പേരിൽ തന്നെ സെക്സ് ഇല്ലേ? ഹോമോസെക്ഷുവൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ സാക്സഫോൺ ഇല്ലേ? അതിൽ സെക്സും ഇല്ല, ഫോണും ഇല്ല. അച്ഛൻ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഒരു മിനിറ്റ്. ഇപ്പോഴാ എനിക്ക് മനസ്സിലായത്. നിഖിൽ കല്യാണം വേണ്ടെന്ന് എന്താ പറഞ്ഞെന്ന് വെച്ചാൽ അവൻ ഹോമോസെക്സ് ചെയ്യുന്നതുകൊണ്ടാണോ? അതെ. അങ്ങനെയാണെങ്കിൽ നിന്റെ ഫ്രണ്ട് ഒരു ഹോമോയാണോ? ഒരു വലിയ കുറ്റമാണോ? എന്തിനാണ് ഒച്ച വെക്കുന്നത്? നിങ്ങൾ ഹോമോയാണ്. എന്ത്? ഇത്രയും വർഷമായിട്ട് നിങ്ങൾ ഇത് എന്റെ അടുത്ത് ഒളിച്ചു വെച്ചിരിക്കായിരുന്നു? എടി, ഇത്രയും വർഷം എന്റെ കൂടെ ജീവിച്ചിട്ട് ഞാൻ എങ്ങനെയുള്ള ആണെന്ന് നിനക്കറിയില്ലേ? ഞാൻ ഹോമോ അല്ല. എന്തിനിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നേ? ആരെ ഹോമോസെക്ഷൽ, ആരെ ഹെറ്ററോസെക്ഷൽ എന്ന് പുറത്തുപോയി ഡിസ്കസ് ചെയ്യൂ. ശബ്ദം ഉണ്ടാക്കരുത്. അകത്ത് ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക. താങ്ക്സ്. പപ്പു, നീ അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹോമോ എന്നുള്ളത് ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്ന കാര്യമാണ്. ചില ആൾക്കാർ ഇതിനെ ഹോമോസേപ്പിയൻസിന് വേണ്ടി മാത്രമല്ല, ഹോമോസെക്ഷുവലിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പോ ഹോമോസെക്ഷൽ മനുഷ്യരല്ലേ? അല്ലല്ല പപ്പു, അത് മനുഷ്യർ തന്നെയാ. പക്ഷേ മനുഷ്യരെന്ന് പറയുമ്പോൾ അതിൽ പലതരത്തിലുള്ള ജെൻഡേഴ്സ് ഉണ്ടാവില്ലേ? മെയിൽ, ഫീമെയിൽ, അതുപോലെ അവരുടെ സെക്ഷുവാലിറ്റിയും വ്യത്യാസമുള്ളതായിരിക്കും. എന്ന് വെച്ചാൽ ഹോമോസെക്ഷുവൽ, ഹെറ്ററോസെക്ഷൽ, അതുപോലെയൊക്കെ. എനിക്ക് ഒന്നും മനസ്സിലായില്ല. എന്തെങ്കിലും ഒരു കഥയായിട്ട് പറയാമോ? ഈ ജാക്ക് ആൻഡ് ജിൽ പോലെ. വെറുതെ വെള്ളം കുടിച്ചോണ്ടിരിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ? ഒരു മനുഷ്യന് തന്റെ ദേഹത്തിന് ആവശ്യമുള്ള വെള്ളം കുടിച്ചേ പറ്റൂ. ആ വെള്ളമാണ് നിന്റെ ശരീരത്തിന് ആവശ്യമുള്ള വെള്ളം തരുന്നത്. 75% ബ്രെയിനും ഹാർട്ടിനും ആവശ്യമുണ്ട്. 83% ലങ്സിന്. ഒരു ദിവസം 5 ലിറ്റേഴ്സ് വെള്ളമെങ്കിലും എനിക്ക് കുടിച്ചേ പറ്റൂ. ആരെ ഇങ്ങനെ വെള്ളം കുടിക്കാൻ പറഞ്ഞ ബുദ്ധിമുട്ടാ Excuse പറയുന്നേ? me, ഇവിടെ വാഷ്റൂം നേരെ പോയി റൈറ്റ് കട്ട് ചെയ്യൂ ആന്റി. ഇവൻ നിന്നെ ആന്റി എന്ന് വിളിക്കുന്നു. എന്നെയല്ല, നിന്നെയാ വിളിച്ചത്. എന്നെയല്ല, നിന്നെയാണ് വിളിച്ചത്. ഒട്ടും സമയമില്ലാത്തപ്പോഴാണ് ഇതൊക്കെ പറഞ്ഞ് വഴക്കിടുന്നത്. വേഗം വന്ന് പപ്പു, ഈ ജാക്ക് ആൻഡ് ജിൽ അതൊരു കഥ തന്നെയാണ്. പക്ഷെ എല്ലാ കഥയിലും ജാക്ക് ജില്ലിന്റെ ഒപ്പം മാത്രമല്ല കളിക്കുന്നത്. ജാക്ക് ചില കഥകളിൽ ജോണിയുടെ കൂടെയും കളിക്കാറുണ്ട്. അതുപോലെ ചില കഥകളിൽ ജില്ല് ജിന്നിയുടെ കൂടെ ക്രിക്കറ്റ് കളിക്കും. എടാ, എന്തോ നാടത്? ഇക്കാര്യത്തിൽ ക്രിക്കറ്റിനെ എന്തിനാ ചേർക്കുന്നേ? ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ. ഈ ക്രിക്കറ്റ് കളിക്കുന്നതും സെക്ഷുവാലിറ്റി പോലെ തന്നെയാ. ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്ന് കളിക്കുന്ന കളിക്ക് ഹെറ്ററോസെക്ഷുവാലിറ്റി എന്ന് പറയും.
അത് തന്നെ രണ്ട് ആണുങ്ങളോ രണ്ട് പെണ്ണുങ്ങളോ ചേർന്ന് കളിച്ചാൽ അതിനെയാണ് ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. ഹോമോസെക്ഷൽ ആണുങ്ങളെ ഗേ എന്ന് പറയും, ഹോമോസെക്ഷൽ പെണ്ണുങ്ങളെ ലെസ്ബിയൻ എന്നും പറയും. പപ്പു, നിനക്ക് എങ്ങനെ കളിക്കണം എന്ന് വിചാരിച്ചാലും നിനക്ക് കളിക്കാം, പക്ഷേ കളിക്കുന്ന ക്രിക്കറ്റ് രസമുള്ളതായിരിക്കണം. ഒരു കൊച്ചു കുഞ്ഞിനോട് എന്തൊക്കെയാടാ സംസാരിക്കുന്നത്? പോകുന്ന പോക്ക് കണ്ട ഒരു ദിവസം ജോണിയോട് അവനും ക്രിക്കറ്റ് കളിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും മിണ്ടാതിരിക്കൂ, എന്ന് വെച്ചാൽ എനിക്ക് ജോണിയുടെ കൂടെ അല്ലെങ്കിൽ ജിന്നിന്റെ കൂടെ ക്രിക്കറ്റ് കളിക്കാൻ സാധിക്കും. അല്ലല്ല പപ്പു, അതിന്റെ അർത്ഥം അങ്ങനെയല്ല. ഈ ചോദ്യത്തിന് മുത്തച്ഛനൊരു കഥ പറഞ്ഞു തരും. എന്ത്? ഞാനോ? എനിക്ക് ഇതുപോലത്തെ കഥയൊന്നും അറിയത്തില്ല, എന്നെ വിട്ടേക്ക്. അങ്ങനെയാണോ? ഞാൻ അച്ഛനെ കൊണ്ട് ഇപ്പൊ പറയിപ്പിക്കാം. അച്ഛൻ ചെറുതായിരിക്കുമ്പോ മുത്തച്ഛൻ എന്തിനാണ് അച്ഛനെ അടിച്ചെന്ന് പറയൂ. അതാണോ? അതായത് അതെന്തിനാണെന്ന് വെച്ചാ ഞാൻ എന്റെ ഇടത് കൈയാ യൂസ് ചെയ്യുന്നത്. അതായത് ഞാൻ ലെഫ്റ്റി ആയിരുന്നു, അദ്ദേഹം എന്നെ റൈറ്റി ആക്കാൻ ശ്രമിച്ചു. എന്തിനാ? അതായത് അച്ഛൻ വിചാരിച്ചു ഇടത് കൈയിൽ എഴുതുന്നത് തെറ്റായ കാര്യമാണെന്ന്. അച്ഛൻ എന്നെ പൊതിരെ തല്ലി റൈറ്റി ആക്കി അങ്ങ് മാറ്റി. പക്ഷെ ഞാൻ ലെഫ്റ്റി ആയിട്ടുള്ള സമയത്ത് എന്റെ ഹാൻഡ് റൈറ്റിംഗ് അടിപൊളിയായിരിക്കും. ഞാൻ എഴുതുന്നത് കണ്ട ചിത്രകലാ ദേവി പോലെ ഉണ്ടാവും. അത് മുത്തച്ഛന്റെ ഗേൾഫ്രണ്ടാ? ഡ്രോയിങ് ഇപ്പൊ ഡ്രോയിങ് മാത്രമല്ല, ശരിക്ക് എഴുതാൻ പോലും പറ്റുന്നില്ല. എന്തൊക്കെയോ കുത്തിക്കുറിച്ച പോലുണ്ട്. ഒരു പക്ഷേ എന്റെ അച്ഛൻ എന്നെ ലെഫ്റ്റി ആയിട്ട് വിട്ടിരുന്നെങ്കിൽ. അച്ഛൻ റൈറ്റി ആവണോ ലെഫ്റ്റി ആവണോ എന്ന് പോലും തീരുമാനിക്കാൻ പറ്റാത്തപ്പോ ഒരാൾക്ക് ഹോമോസെക്ഷൽ ആവണോ ഹെറ്ററോസെക്ഷൽ ആവണോ എന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല. ആരോ പറയുന്നത് കൊണ്ട് മാത്രം ഒരാൾക്ക് ഹോമോസെക്ഷലോ ഹെറ്ററോസെക്ഷലോ ആവാൻ സാധിക്കില്ലല്ലോ. അതുപോലെ തന്നെ ഹെറ്ററോസെക്ഷൽ ആയിരിക്കുന്ന ഒരാളെ ഹോമോസെക്ഷൽ ആക്കാനും സാധിക്കില്ല. നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കണം, കാരണം പ്രകൃതിയുടെ സൃഷ്ടി തന്നെ അങ്ങനെയാണ്. അപ്പോ നമ്മള് ഹോമോസെക്ഷൽ ആണോ ഹെറ്ററോസെക്ഷൽ ആണോ? ഹെട്രോ. മുത്തച്ഛനോ? യെസ്. അപ്പൊ നീ ഹോമോസെക്ഷൽ ആണോ ഹെറ്ററോസെക്ഷൽ ആണോ എന്ന് ടീനേജ് വന്നാലേ മനസ്സിലാക്കാൻ സാധിക്കൂ. വളരെ സന്തോഷമുള്ള ഒരു കാര്യം, പെൺകുട്ടി ജനിച്ചു. അമ്മേ, ഏയ് പപ്പു, വേഗം വാ, നിന്റെ അനിയത്തെ കാണാം. വാ വാ വാ, വേഗം വാ. അഭിനന്ദനങ്ങൾ. ബാബാ വേഗം വാ. നമ്മുടെ പപ്പുവിന്റെ അനുജത്തിയുടെ പേര് പപ്പിന്ന് വെക്കാം. അച്ഛാ പ്ലീസ്, ഇങ്ങനത്തെ പേരൊന്നും എന്റെ കുട്ടിക്ക് വെക്കല്ലേ പ്ലീസ്. അതെന്താ? കാരണം ഞാൻ അച്ഛനോട് നേരത്തെ അതല്ല അമ്മേ, ഞാൻ നിഖിൽ, വാ വാ വാ. താങ്ക് യു. അമർത്തി പിടിക്കണ്ട. ഇവന്റെ പേരാണ് അമൃത്. ഇവൻ നിഖിലിന്റെ ഫ്രണ്ടാണ്. അങ്കിൾ, നീ കണ്ടിട്ടുണ്ടോ? ഇവനാ എന്റെ ബോയ് ഫ്രണ്ട് അമൃത്. ഞാനന്ന് പറഞ്ഞില്ല അങ്കിൾ. അമൃത് എല്ലാരും ഇദ്ദേഹത്തെ പോലെ ആയിരുന്നെങ്കിൽ എത്ര നന്നായനെ. എത്ര സിമ്പിൾ ആയിട്ടാ കാര്യങ്ങൾ മനസ്സിലാക്കിയെന്നറിയോ? നന്നായി. കൺഗ്രാറ്റുലേഷൻസ്. എല്ലാരും സാറിനെ പോലെ ആയിരുന്നെങ്കിൽ വളരെ നന്നായനെ. എന്റെ അച്ഛൻ പോലും എന്നെ ശരിക്കും മനസ്സിലാക്കിയില്ല. താങ്ക്സ്. ഒരു മിനിറ്റ്. ഇത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു ഗിഫ്റ്റ്. ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ. ഞങ്ങളിത് പാതി പാതി എടുത്തോളാം. അച്ഛാ, ഈ നിഖിലെങ്കിലും അമൃതെങ്കിലും എപ്പോഴാ കല്യാണം കഴിക്കാൻ പോകുന്നേ? പപ്പു, അവർക്ക് കല്യാണം കഴിക്കാൻ സാധിക്കില്ല. അതെന്താ? കാരണം ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. എന്ന് വെച്ചാൽ രണ്ട് ഹോമോസെക്ഷൽസ് തമ്മിൽ കല്യാണം കഴിക്കാൻ പാടില്ല. ഈ നിയമം ആരുണ്ടാക്കിയതാ? ഇത് സർക്കാരിന്റെ നിയമമാണ്. സർക്കാരിന് ഹോമോസെക്ഷലിന്റെ റൈറ്റ് ലെഫ്റ്റ് കഥ അറിയില്ലെന്നുണ്ടോ? അറിയില്ല എന്ന് തോന്നുന്നു. ഈ നിയമം മാറ്റാനേ പറ്റില്ലേ? പിന്നെന്താ, മാറ്റാലോ. ജനങ്ങൾ മനസ്സ് വെച്ചാ മാറ്റാൻ സാധിക്കും. അതെങ്ങനെയാ? പപ്പു, ഇത് ജനാധിപത്യ രാജ്യമാണ്. അങ്ങനെയുള്ള രാജ്യത്തിൽ ജനങ്ങളുടെ കയ്യിലാണ് അധികാരമുള്ളത്.
അച്ഛാ, ഈ ജനാധിപത്യം എന്ന് വെച്ചാ എന്താ? പപ്പു, നമുക്ക് പോവാനുള്ള സമയം കേട്ടോ. ഓക്കേ. നീ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അടുത്ത സീസണിൽ പറഞ്ഞു തന്നാ മതിയോ? അത് മതി. ഹോമോസെക്ഷുവാലിറ്റി ഒരു രോഗമേ അല്ല, അത് ഫാഷൻ ട്രെൻഡും അല്ല, വെസ്റ്റേൺ കൾച്ചറിന്റെ ഇൻഫ്ലുവൻസും അല്ല. മനുഷ്യർ പങ്കെടുക്കുന്ന ബന്ധങ്ങളിൽ ഇതും ഒരു ബന്ധമാണ്. ഹോമോസെക്ഷുവലിന് തനിച്ച് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് ഹെറ്ററോസെക്ഷുവൽ പോലെ നാച്ചുറൽ ആണ്. ഹോമോസെക്ഷുവാലിറ്റി തൊടുന്നത് കൊണ്ട് പകരില്ല. അതൊന്നും ഒരു വൈറസേ അല്ല. ഹോമോസെക്ഷുവാലിറ്റി ഒരു പ്രേതബാധയൊന്നുമല്ല. പക്ഷെ അങ്ങനെ ആര് വിചാരിക്കുന്നു? അവരുടെ മനസ്സിനകത്തായിരിക്കും ഈ പ്രേതം ഭൂതം ഉള്ളത്. ഹോമോസെക്ഷുവാലിറ്റി, ഹെറ്ററോസെക്ഷുവാലിറ്റി പോലെ ഈ ലോകത്ത് ഇതുപോലെ ഒരുപാട് സെക്ഷുവാലിറ്റീസ് ഉണ്ട്. ഇന്നും പല രാജ്യങ്ങളിൽ ഹോമോസെക്ഷുവാലിറ്റി ഒരു വലിയ കുറ്റമായിട്ടാണ് കണ്ടുവരുന്നത്. പലങ്തടാസനാസ് എന്ന് വെച്ചാൽ എന്താ? ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നത് നിങ്ങളുടെ അച്ഛനോട് ചോദിച്ചു മനസ്സിലാക്കൂ. സെക്സ് വളരെ നോർമലായ കാര്യമാണ്. അതിനെപ്പറ്റി വ്യക്തമായി മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് കുട്ടികൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും ഉത്തരം പറയേണ്ടത് അച്ഛനമ്മമാരുടെ കടമയാണ്, ഇന്റർനെറ്റിന്റെ അല്ല. ഈ ഉത്തരം കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കൂടി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ സീരീസ് ഇഷ്ടപ്പെട്ടു, ഇൻഫർമേറ്റീവ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ എപ്പിസോഡ്സും മുടങ്ങാതെ ലൈക്ക് ചെയ്യുക, ഷെയറും ചെയ്യുക. അങ്ങനെ അല്ലെങ്കിൽ വൈ ഫിലിംസിന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Season 2. Durex presents the Asli Pappu and Papa. Please share this video with all papas who should have this chat with their pappus. And for every share, Durex will donate a condom. Sex Chat with Pappu and Papa. Presented by Durex Feel Thin, India's thinnest condom. In association with Chings. I love Desi Chinese. ചോദിക്കേ പപ്പു, ചോദിക്കേ. എന്താണ് ചോദ്യം? സന്തോഷം എന്നാൽ എന്താ? ചിലര് പറയുന്നു തെറ്റാണെന്ന്, ചിലര് പറയുന്നു നല്ലതാണെന്ന്. കൗമാരത്തിന്റെ റിലീഫാണത്, തെറ്റൊന്നുമല്ല. ഈ തോന്നൽ വേറോ നാച്ചുറലാണ്, പുതിയതൊന്നുമല്ല. കോണ്ടമിന്റെ യൂസ് എന്താണ്? എന്ത് സയൻസ് ആണ് ഇതിന്റെ പിന്നിൽ? എനിക്കും കൂടി പറഞ്ഞു തരൂ. തെറ്റൊന്നും നടക്കാതിരിക്കാൻ നോക്കാനും നമ്മൾ എയ്ഡ്സ് പോലത്തെ രോഗങ്ങൾ വരാതെ നോക്കിയിടും. പപ്പു എന്റെ പപ്പു, ഗാണ്ടം നമ്മുടെ സ്വത്തു. പപ്പു എന്റെ പപ്പു, ഗാണ്ടം നമ്മുടെ സ്വത്തു.